ഹായ്. ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടൻ ഒരുപാട് സ്ഥലങ്ങളൊക്കെ യാത്ര ചെയ്യുന്നതല്ലേ, പിന്നെ ഷിപ്പിലെ കുറേ വീഡിയോസൊക്കെ ഇട്ടുകൂടെ. എല്ലാവരും പറഞ്ഞതിൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ ചെറുതായിട്ട് ചെറിയ വീഡിയോസൊക്കെ എടുത്ത് നമുക്കിങ്ങനെ ചെയ്ത് ശീലമൊന്നുമില്ല. അപ്പോൾ ലാസ്റ്റ് നമ്മൾ പോയത് കാനഡയിലേക്കായിരുന്നു. അങ്ങോട്ട് പോയതും അവിടെ കണ്ടതും ചെറിയ 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 ചില കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഒരു ചെറിയൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകാം. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൊറിയയിൽ നിന്നും കാനഡയിലേക്കുള്ള വോയേജ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 20 ദിവസത്തോളം വരുന്ന വോയേജാണ് നമ്മുടെ. വോയേജിൻ്റെ ഇടയിൽ നല്ല റഫ് വെതർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഡേ ടൈമിൽ സ്റ്റെയർ ചെയ്യാനൊക്കെ വിളിച്ചു. അങ്ങനെ ഏകദേശം നല്ല ഡിലേ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം വെതർ മോശമാകുമ്പോൾ നമുക്ക് സ്പീഡൊക്കെ നല്ലോണം കിട്ടത്തില്ല. 20 ദിവസം എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാടാണ്. അപ്പം നമ്മളവിടെ എത്താറായി. നമ്മൾ പിന്നെ ബർത്തിലേക്ക് അടുപ്പിക്കാനായിട്ട് പൈലറ്റ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പൈലറ്റ് ഇവിടെ വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വിക്ടോറിയ പൈലറ്റ് സ്റ്റേഷൻ എന്ന് പറയും. അവിടെയാണ് വന്ന് പൈലറ്റ് വരുന്നത്. പൈലറ്റ് വരും. പൈലറ്റ് വന്നിട്ട് നമ്മളെ പിന്നെ കൂട്ടി അകത്തേക്ക് കൊണ്ടുപോകും. പൈലറ്റ് കൊണ്ടുപോകുന്ന ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ജോൺ ഡിഫൂക്ക സ്ട്രൈറ്റ് എന്നാണ്. സോ ഇവിടെ വൺ സൈഡ് ഇതിൻ്റെ കാനഡയും വൺ സൈഡ് US ആണ്. ഈ കാണുന്ന ഈ ബ്രിഡ്ജ് ഉണ്ട്. ഇതുപോലൊരു ബ്രിഡ്ജ് US കഴിഞ്ഞിടയ്ക്ക് ഒരു ഷിപ്പ് തട്ടിയിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ആയി. അതിലുള്ള ആൾക്കാരെല്ലാം അറസ്റ്റ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്തു. കുറേ ഇന്ത്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ ഭയങ്കര സേഫ്റ്റി ആയിട്ടാണ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് ചെയ്യുന്നത്. ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. ഷിപ്പിൻ്റെ ഹൈറ്റും കാര്യങ്ങളും അങ്ങനെ ഇതെല്ലാം അപ്രൂവൽ കിട്ടിയതിന് ശേഷമാണ് നമ്മളിത് പാസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് കാനഡ ഫ്ലാഗ് ആണ് അവിടെ. അപ്പോൾ ഈ ബ്രിഡ്ജും പാസ് ചെയ്ത് കുറച്ച് ചെല്ലുമ്പോൾ നമ്മൾ ബർത്തിലേക്ക് എത്തും. ബർത്തിലേക്ക് ഓൾറെഡി നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളെ കൊണ്ടുവന്ന പൈലറ്റ് പിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ഹെലികോപ്റ്റർ എത്തി. പുള്ളി പോകുന്ന സമയത്ത് ചെറിയ സ്നോഫോളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ജെട്ടിയിലേക്ക് പോവാം. നമ്മുടെ ജെട്ടി എന്ന് പറയുന്ന പഴയ ജെട്ടിയാണ്. ഏകദേശം നല്ല പഴക്കമുള്ള ജെട്ടിയാണ്. പണ്ടത്തെ തടി കൊണ്ടൊക്കെയുള്ള പില്ലറുകളും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ ജെട്ടിയിൽ നമുക്ക് കാണാം ഇങ്ങനെ ഒരുപാട് തടി കൊണ്ടുള്ള പില്ലറുകളൊക്കെ. ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷേ എങ്കിലും നമ്മൾ വിചാരിക്കും സ്ട്രോങ് അല്ല, നല്ല സ്ട്രോങ് ആണ്. ഈ കാണുന്നതാണ് നമ്മുടെ ലോഡർ. ഇത് വെച്ചിട്ടാണ് നമ്മൾ കാർഗോ ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലോഡ് ചെയ്യാൻ വന്നിരിക്കുന്നത് 60,000 ടണ്ണേജ് പൊട്ടാഷാണ്. പിന്നെ നല്ല ലോ ഗ്രേഡ് പൊട്ടാഷാണ് ലോഡ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ കൊണ്ടുപോകുന്നത് തായ്ലാൻഡിലേക്കാണ്. നമുക്ക് കാണാം എങ്ങനെയാണ് ഇത് ലോഡ് ചെയ്യുന്നതെന്ന്. ഇതാണ് നമ്മുടെ ലോഡർ. നമ്മുടെ കാർഗോ ഹോൾഡിലേക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യും. അപ്പം പൊട്ടാഷ് ഇങ്ങനെ വന്ന് വീണുകൊണ്ടേയിരിക്കും. 2 ലോഡറൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഇതാണ്. മണിക്കൂറിന് 2500-3000 ടണ്ണാണ് ഇത് ലോഡ് ചെയ്യുന്നത്. ഡേ ആൻഡ് നൈറ്റ് ലോഡ് ചെയ്യും. അങ്ങനെ ഏകദേശം ലോഡിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയി. നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ കാനഡ വിട്ട് തായ്ലാൻഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി ഒരു 30 ദിവസത്തോളം എടുക്കും നമ്മൾ തായ്ലാൻഡിലേക്ക് എത്താൻ. അതുവരെ ഇടയ്ക്ക് ചെറിയ ചെറിയ വീഡിയോകളൊക്കെ വരാം. ബൈ.